ഹലോ! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമ്മളെ സാധാരണ ഡെയിലി നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനുകളൊക്കെ നമ്മൾ എല്ലാ ദിവസവും കഴുകി വെച്ചാലും അതിൽ ചെറിയ രീതിക്കുള്ള ഇങ്ങനെ ഒരു എണ്ണമയം നമുക്കിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യില്ലേ? അത് നമ്മൾ നല്ല രീതിക്ക് കഴുകി വെക്കാത്തതുകൊണ്ടല്ല, അത് എല്ലാ ദിവസവും ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അതങ്ങനെ യൂഷ്വലി അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് ആ ഒരു പ്രശ്നം മാറ്റാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരം. നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഏത് പാത്രമാണോ കഴുകുന്നത് അതിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഉരച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഉരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ ആ ഒരു കോട്ടിങ് ഇളകി വരുന്ന രീതിയിലൊന്നും ഒരുപാട് ശക്തിയിലൊന്നും ഉരയ്ക്കരുത്. നമ്മൾ സാധാരണ എങ്ങനെയാണോ പാത്രം കഴുകാറ് ആ ഒരു രീതിയിൽ ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു അടിഭാഗവും അതുപോലെ തന്നെ മുകൾ ഭാഗവും പിന്നെ പ്രത്യേകിച്ച് കഴുകേണ്ടത് ആ ഒരു പിടിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അവിടെയാണ്. അത് രണ്ടും കൂടെ ജോയിൻ ആവുന്ന ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഓയിൽ ഇങ്ങനെ ഒരുപാട് തവണ ഉപയോഗിക്കുമ്പോൾ ഒരു ഗോൾഡൻ ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ചില പാത്രങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ഉരച്ച് കളയുകയാണെങ്കിൽ അതൊക്കെ പോവാനായിട്ട് നന്നായിട്ട് ഹെൽപ്ഫുള്ളാവും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ടിപ്പുകളൊക്കെ ചിലപ്പോൾ പലർക്കും അറിയാവുന്നതായിരിക്കും. പലരും ചിലപ്പോൾ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഉപ്പും പിന്നെ ആ ഒരു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കഴുകിയല്ലോ, അത് കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കുക. അതായത് ആ ഒരു ഓയിലി കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ടാണ് നമ്മൾ കുറച്ച് സോപ്പും കൂടെ ഇട്ടിട്ട് കഴുകുന്നത്. സാധാരണ നമ്മൾ എങ്ങനെ കഴുകുമ്പോൾ ലാസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകണം, അപ്പോഴാണല്ലോ ആ ഒരു കറക്റ്റ് വൃത്തി വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സോപ്പും കൂടി ഇട്ട് കഴുകിയെടുത്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഓയിലി കണ്ടൻറ്റൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്കൊരു തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഫെയിലാവില്ല, റിസൾട്ട് എന്തായാലും ഉറപ്പായിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു പാനും കൂടെ കഴുകിയെടുക്കുന്നുണ്ട്. ഈ ഒരു പാന് ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കഴുകി വെച്ചാലും അതിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ് ഒന്നും നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യാനായിട്ട് പറ്റില്ല. അത് 100% ഉറപ്പാണ്. കാരണം വേറെയും ഒരുപാട് ജോലികളുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാം പെർഫെക്റ്റായിട്ട് 100% ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. അത് ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് അതിന് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഓയിലി ആയിട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു മൂഡ് എപ്പോഴാണോ വരുന്നത് ആ ഒരു ടൈമിൽ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കട്ടിംഗ് ബോർഡാണ്. നിങ്ങൾക്കറിയാലോ കട്ടിംഗ് ബോർഡ് നമ്മൾ എല്ലാ ദിവസമൊന്നും നല്ല ഉരച്ചതിൻ്റെ കറയൊന്നും ശരിക്ക് കളഞ്ഞോളണമെന്നില്ല. ഒട്ടുമിക്ക എല്ലാവരുടെ വീടുകളിലും ഈ കട്ടിംഗ് ബോർഡ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കറ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കൂ, 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അതായത് ഇങ്ങനെ കഴുകുന്നതിന് മുമ്പും അത് കഴുകിയതിന് ശേഷമുള്ള ഈ ഒരു കട്ടിംഗ് ബോർഡ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബേക്കിംഗ് സോഡയും ആ ഒരു ഉപ്പിൻ്റെയും കൂടെ മിക്സ് ചെയ്തുമ്പോൾ ഇട്ടിട്ട് നമ്മൾ ആ കമ്പിച്ചണ്ടി ഉണ്ടല്ലോ, ഞങ്ങളിവിടെ കമ്പിച്ചണ്ടി എന്നാണ് പറയാറ്, നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ചണ്ടി വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് നല്ല ശക്തിയിൽ തന്നെ ഉരച്ചെടുക്കുക. അതിൻ്റെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൽ കുറേ സ്ക്രാച്ചസ് ഒക്കെ വീണിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറകൾ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോ വരകൾ, നല്ല ഒരു കറ പിടിച്ച വരകൾ ഇങ്ങനെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നല്ല രീതിക്ക് തന്നെ നല്ല ശക്തിയിൽ തന്നെ ഉരച്ചെടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു 99% പോയി കിട്ടും. പിന്നെ ആ ഒരു സ്ക്രാച്ചസ് ഒന്നും നമുക്ക് കളയാനായിട്ട് പറ്റില്ലല്ലോ, അതൊക്കെ പിന്നെ ഉണ്ടാവും നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ഭാഗവും കഴുകുകയാണ്.
ഇനി നമ്മളത് ഈ ഒരു മിക്സ് വെച്ച് കഴുകിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതേ നല്ല വൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ കറകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഈ വക പരിപാടികളൊക്കെ കഴിയുമ്പോൾ സിങ്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് അല്പം വിനീഗറാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു വിനീഗറിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിനീഗറും ബേക്കിംഗ് സോഡയും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യും, അതിങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ബേക്കിംഗ് സോഡ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉപ്പും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ആ ഒരു കമ്പിച്ചണ്ടി വെച്ചിട്ട് തന്നെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ നല്ല രീതിക്ക് ഉരച്ചെടുക്കുന്നില്ല. ഇപ്പം നമ്മളിതെല്ലാം ഒരു ഭാഗത്തേക്ക് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ആ ഒരു ബേക്കിംഗ് സോഡയുടെയും അതിൻ്റെ ആ ഒരു റിയാക്ഷൻ കാരണം നമ്മൾ ആ ഒരു സിങ്ക് ഒരു ബ്രൈറ്റ്നസ് വരാനായിട്ട് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെയാണ് ഉരച്ചെടുക്കുക. നമ്മളെല്ലാ ദിവസവും സോപ്പൊക്കെ ഇട്ട് ചിലപ്പോൾ കഴുകുന്നുണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും ഇത്ര നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് ആക്കി നല്ല ഷൈനിങ് ഫുള്ളായിട്ടൊന്നും ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിങ്ക് അത്യാവശ്യം നല്ല ഡള്ളായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷൈനസ്സൊക്കെ പോയി ഒരു ചീത്തയായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് നിങ്ങളുടെ സിങ്ക് വൃത്തിയാക്കി നോക്ക്. 100% നല്ല ഒരു ഷൈനിങ് വരും. ഒരു പുതിയ സിങ്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ഫീലായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളിങ്ങനെ കഴുകുമ്പോൾ കിട്ടുക. അപ്പോൾ നമ്മൾ പൈപ്പും എല്ലാം കഴുകി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.